അതെ, തീർച്ചയായിട്ടും കാർഷിക മേഖലയോട് തന്നെ ഒരു അവഗണനയാണ്. കാരണം ധനകാര്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില വലിയ ഉയർന്ന തോതിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ കർഷകരുടെ ആഗ്രഹപ്രകാരം അവർക്ക് ഉൽപ്പാദന ചെലവിൻ്റെ 50% ഉള്ള മെച്ചം കിട്ടുന്ന താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഒരു പ്രഖ്യാപനം, ഒരു പാസിംഗ് റെഫറൻസ് നടത്തി. വാസ്തവത്തിൽ ഞാൻ ചോദിക്കുന്നത്, രണ്ടാം കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കർഷകർ സമരം ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒരു ഏറ്റവും പ്രധാനമായി അവർ പറയുന്ന ഒരു കാര്യം, MSP അത് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത C2+50% എന്ന് പറയുന്ന ആ ഫോർമുല അനുസരിച്ചാകണം അത് നിയമവിധേയമാക്കണമെന്നുള്ളതാണ്. ആ പ്രഖ്യാപനം അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു, നടത്തിയില്ലല്ലോ. അപ്പോൾ അത് കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആത്മാർത്ഥതയോടു കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, റബ്ബറിന് ഒരു താങ്ങുവില 250 രൂപ മിനിമം സപ്പോർട്ട് പ്രൈസ് അത് പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു പരാമർശം അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ കേരളം മുന്നോട്ട് വെച്ച ഒരാവശ്യവും അംഗീകരിച്ചിട്ടില്ല. കേരളം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 24,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറഞ്ഞിരുന്നു. GST റവന്യൂ അത് വീതം വയ്ക്കുമ്പോൾ നിലവിലുള്ള 50-50 അനുപാതം മാറ്റി 60-40 ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വായ്പാ പരിധി 3% നിന്ന് 3.5% ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് കേരളത്തിന് മാത്രം പ്രയോജനം ചെയ്യുന്ന കാര്യമല്ല, സംസ്ഥാനങ്ങൾക്കെല്ലാം ഉപകാരം കിട്ടുന്ന കാര്യമാണ്, സാമ്പത്തികമായി പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവർ വളരെ വാചാലമായിട്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ഫിസ്ക്കൽ ഫെഡറലിസം ഇതൊക്കെ പറയാറുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായി കാണണമെന്നുണ്ടെങ്കിൽ, അത് ആ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ചെയ്യണം. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. ആകെപ്പാടെ ഇപ്പോൾ കേരളത്തിന് പ്രയോജനം ചെയ്യുന്നു. ധനകാര്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മാഡം യു ഹാവ് ടോട്ടലി അവോയ്ഡഡ് കേരള, ഇറ്റ് അപ്പിയേഴ്സ് സോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വാട്ട് അബൌട്ട് ഷ്രിംപ് എന്നാണ് പറയുന്നത്. ചെമ്മീൻ കയറ്റുമതിക്കാർക്ക് എന്തോ ആനുകൂല്യം കൊടുത്തു എന്നാണ് പറയുന്നത്. ചെമ്മീൻ കയറ്റുമതിക്കാരെന്നൊക്കെ പറയുന്ന ഒരു ചെറിയ സെക്ഷനാണ് കേരളത്തിൽ. നല്ല കാര്യം, അവർ എക്സ്പോർട്ടേഴ്സിന് സഹായം ചെയ്യുന്നതിന് നമ്മളും സ്വാഗതം ചെയ്യുന്നു. ആ കയറ്റുമതിയിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഓവറോൾ കോൺട്രിബ്യൂഷൻ, ഈ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഓവറോൾ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു സഹായം കേരളത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുക. ഒന്നുമില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ ബജറ്റിൽ ഒരുവിധ കോഓപ്പറേറ്റീവ് ഫെഡറലിസം തത്വങ്ങളുമില്ല, ഫിസിക്കൽ ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങളൊന്നുമില്ല. കേരളത്തെ പാടെയാവുന്നത് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ എയിംസിൻ്റെ കാര്യമുണ്ട്, പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കേരളത്തിന് തരുമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ പോർട്ട് രാജ്യത്തിന് മുഴുവൻ അഭിമാനകരമായിട്ടുള്ള വൻകിട പദ്ധതിയാണ്. 5000 കോടി രൂപയുടെ, വെറും 5000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ അസിസ്റ്റൻസ് കേരളത്തിന് അത് വേണം, കേരളത്തിൻ്റെ ഭാഗം നിർണ്ണയിക്കാനായിട്ട് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും കേരളത്തെ പരിഗണിക്കുന്ന യാതൊരു അനുകൂല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. റബ്ബറിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി. കാരണം റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ ലോകത്തിലെ റബ്ബർ ഉൽപ്പാദക രാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ കൊണ്ടുവന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട ഇടത്തരം നാമമാത്ര കർഷകരാണ്. അവർക്കൊരു ന്യായവില ഉറപ്പാക്കാൻ, ആ മേഖലയെ സഹായിക്കാൻ, അവരെ ആ കൃഷിയിൽ നിലനിർത്താൻ ഉള്ള ഒരു പദ്ധതിയോ ഒരു പ്രഖ്യാപനമോ ഈ ബജറ്റിലുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങേയറ്റം നിരാശാജനകമെന്നും മാത്രമേ ഈ ബജറ്റിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. കേരളം ആവശ്യപ്പെട്ട കൊച്ചിൻ ഗ്ലോബൽ സിറ്റി, മെഡിക്കൽ ഡിവൈസസ് പാർക്ക്, ഇതൊക്കെ രാജ്യത്തിന് പ്രയോജനം കിട്ടുന്നതാണ്, കേരളത്തിന് മാത്രമല്ല. ഈ കാര്യത്തിലൊന്നും ഒരു അനുകൂല നിലപാടും ഉണ്ടായിട്ടില്ല. വായ്പാ പരിധി 3.5% ഉയർത്തണം പ്രത്യേക സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് അതുപോലും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ മുഴുവൻ തഴയുന്നു, എന്നാൽ സഖ്യകക്ഷികളായി ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നു. അപ്പോൾ ഇത് ആത്യന്തികമായി വരുമ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ബജറ്റ് എന്നുള്ളതിനപ്പുറം രാജ്യത്തിൻ്റെ മൊത്തം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടണം, ഫെഡറലിസം മെച്ചപ്പെടണം, സാമ്പത്തികമായി എല്ലാ സംസ്ഥാനങ്ങളും മുൻനിരയിലേക്ക് വരണം തുടങ്ങിയ ഇന്ത്യയുടെ ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിന് അനുകൂലമായ ഒരു കാഴ്ചപ്പാട് അത് കാണിക്കാത്ത ഒരു ബജറ്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ അവഗണിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഗണിച്ചിട്ടില്ല. കേരളത്തിൽ എന്തെങ്കിലും നല്ല പുതിയ സംരംഭങ്ങൾ വരുന്നതിനോടും അനുകൂലമായ ഒരു നിലപാട് ഈ ബജറ്റ് സ്വീകരിച്ചിട്ടില്ല.